നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഞണ്ട് കറി അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ്. വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോകുന്നത് മെർലാൻഡിലെ ബ്ലൂ ക്രാബ് കൊണ്ടാണ്. ഒരു ടേസ്റ്റി നാടൻ ഞണ്ട് കറി. ആദ്യം തന്നെ ഞണ്ട് കൈയും കാലും ഒക്കെ വേർതിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റിന്റെ മസാല ഉണ്ടാക്കാനായിട്ട് 4 സവാള എടുക്കുക. ഇടത്തരം സൈസ് മതി. അത് നീളത്തിലരിഞ്ഞ് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് 4ആയിട്ട് കീറിയിടുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വെന്തൊരു കണ്ണാടി പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. തക്കാളി നന്നായിട്ട് എണ്ണയിൽ വഴണ്ട് ഒന്ന് വെന്ത് ചേരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കാണാൻ നമുക്ക് തക്കാളിയൊക്കെ വെന്ത് ആ മസാലയിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. ഒരു 3 എണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണിത്. പുളി അതിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റുക. വേണമെങ്കിൽ അല്പനേരം അടച്ചു വെക്കാവുന്നതാണ്. നമ്മൾ വൃത്തിയാക്കി ക്രാബ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം വലിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കാലുകളും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. മസാലയൊക്കെ ചേർത്ത് അടച്ചു വെച്ച ക്രാബ് കറി നമുക്കൊന്ന് തുറന്നു നോക്കാം. മസാലയൊക്കെ ചേർന്ന് എല്ലാം നല്ല പരണ്ട് നല്ല പാകം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. ഈ പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് കറിവേപ്പിലയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് അതേ അടുപ്പിൽ തന്നെ ചൂടോടെ വെച്ചേക്കാം. നമ്മുടെ ബ്ലൂ ക്രാബ് കൊണ്ടുള്ള നാടൻ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ സമയമാകുമ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് പകർന്നെടുക്കുക. ഇത് കപ്പയും മോരും ചോറും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തയാഴ്ച മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.